Hi everyone, welcome to Learn to Study. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ മീനിങ്ങും ദെൻ ഡെഫിനിഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം, അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം, അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിംപ്ലിഫൈ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഈസി വേയിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ വരുന്നത്. ദാറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഇൻ എ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ലെസ് കോംപ്ലക്സ് മാനർ. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അതേപോലെ തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സിംഗിൾ എൻട്രി സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ടു ട്രാക്ക് ക്യാഷ് ഫ്ലോസ്. അപ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോസ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനിക്ക് അകത്തേക്ക് ക്യാഷ് വരുന്നതാണ്. അതായത് കമ്പനിക്ക് അകത്തേക്ക് എങ്ങനെ ക്യാഷ് വരിക? ഒന്നെങ്കിൽ പ്രൊഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻകം ആയിട്ടാണ് കമ്പനിക്ക് അകത്തേക്ക് ക്യാഷ് വരിക, അല്ലേ? ദെൻ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പോൾ കമ്പനിയിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകുന്നതാണ് പുറത്തേക്കുള്ള ഒഴുക്ക്, ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ അകത്തേക്കുള്ള ഒഴുക്കാണ്, ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് പുറത്തേക്കുള്ള ഒഴുക്ക്. അപ്പോൾ ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ ക്യാഷ് പുറത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പർച്ചേസസോ അല്ലെങ്കിൽ എക്സ്പെൻസസോ ഒക്കെ നടക്കുമ്പോഴാണ് ക്യാഷ് ഔട്ട്ഫ്ലോസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എഫക്റ്റീവായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മറ്റൊരു പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് ബേസിക് റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടു കീപ്പ് എ റെക്കോർഡ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ഇൻകം, എക്സ്പെൻസ് ആൻഡ് ഡെപ്റ്റ്സ്. അപ്പം ഒരു ഓർഗനൈസേഷൻ്റെ ബിസിനസ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻകം, അതുപോലെ തന്നെ എക്സ്പെൻസസ്, എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഡെപ്റ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഡെപ്റ്റുകളൊക്കെ എഫക്റ്റീവായിട്ട് അത് റെക്കോർഡ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ സിംഗിൾ എൻട്രി സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ് എന്ത്? നമുക്ക് ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ റെക്കോർഡിൽ നമ്മൾ കാണിക്കുന്നത് ആ ഓർഗനൈസേഷനിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം, അവിടെ വരുന്ന എക്സ്പെൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഡെപ്റ്റ്സ് വരുന്നുണ്ടെങ്കിൽ ആ ഡെപ്റ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മറ്റൊരു പർപ്പസ് ആണ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം എന്താ? ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി കോസ്റ്റ് ആൻഡ് ടൈം ഇൻവോൾവ്ഡ് ഇൻ ബുക്ക് കീപ്പിംഗ് കമ്പയർഡ് ടു മോർ ഡീറ്റെയിൽഡ് സിസ്റ്റം. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഉപരി നമുക്ക് കൂടുതൽ ടൈമിനും അതുപോലെ തന്നെ കോസ്റ്റും റെഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബുക്ക് കീപ്പിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് വേ ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻസ് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അത് റെക്കോർഡ് ചെയ്യുന്നതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുമ്പോഴാണ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ് അക്കൗണ്ടിങ് ബിഗിൻസ്. ഓക്കെ, ബുക്ക് കീപ്പിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നമ്മളുടെ ടൈം അല്ലെങ്കിൽ അതിന് വരുന്ന എഫേർട്ട് അല്ലെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ബിസിനസ്സസ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റം സ്മോൾ ബിസിനസ്സസിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതായത് ലാർജ് ബിസിനസ്സിൻ്റെ കേസിൽ അവിടെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്യുക. ഇപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്മോൾ ബിസിനസ്സിനും അതുപോലെ തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് ഫേമിനൊക്കെയാണ് ഇത് കൂടുതൽ സ്യൂട്ടബിൾ. ടു പ്രൊവൈഡ് എ ബേസിക് ഫിനാൻഷ്യൽ റെക്കോർഡ് ഫോർ എൻറ്റിറ്റീസ് ദാറ്റ് ഡു നോട്ട് റിക്വയർ കോംപ്ലക്സ് അക്കൗണ്ടിങ്. അപ്പോൾ ഒരു സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോംപ്ലക്സ് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം മതി. അതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം.
അതിൽ ഒന്നാമത്തെ ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ് ഉള്ളത്. അതായത് നമ്മൾ പറഞ്ഞു ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് സൈഡും കാണിക്കും. അതായത് അതിൻ്റെ ഡെബിറ്റ് ആസ്പെക്റ്റും കാണിക്കും, ക്രെഡിറ്റ് ആസ്പെക്റ്റും കാണിക്കും. പക്ഷെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു സൈഡ് മാത്രമേ കാണിക്കുള്ളൂ. ഏതർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് സൈഡ് മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു ഇൻകംപ്ലീറ്റ് റെക്കോർഡാണ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഡസ് നോട്ട് റെക്കോർഡ് ബോത്ത് ആസ്പെക്ട്സ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റും എന്തിൽ കാണിക്കൂല, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ കാണിക്കൂല. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻകംപ്ലീറ്റ് റെക്കോർഡാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഫീച്ചറാണ് ലാക്ക് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ. അതായത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഒന്നുമില്ല. അതായത് അവിടെ നമുക്കൊരു പക്കായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ റൂൾസ് ഒന്നുമില്ല. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ആകുമ്പോൾ അവിടെ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും കൺസെപ്റ്റിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലൂടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ദർ ഈസ് നോ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ദർ ഈസ് നോ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് ഫോർ മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ. ദ നെക്സ്റ്റ് ഫോക്കസ് ഓൺ ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ്. സിംഗിൾ എൻട്രി സിസ്റ്റം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടിനെയും പേഴ്സണൽ അക്കൗണ്ടിനെയാണ്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഡെപ്റ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഒക്കെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. സോ അതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ജനറലി ഇറ്റ് റെക്കോർഡ്സ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസും പേഴ്സണൽ അക്കൗണ്ട്സും ആണ്. വൈൽ റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് മേ ബി ഇഗ്നോർഡ്. ഇവിടെ റിയൽ അക്കൗണ്ടോ അല്ലെങ്കിൽ നോമിനൽ അക്കൗണ്ടോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. ഡബിൾ എൻട്രി സിസ്റ്റം ആകുമ്പോൾ റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഒക്കെ കൺസിഡർ ചെയ്യും. സോ ദാറ്റ് ഈസ് ദി അനദർ ഫീച്ചർ. ദ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അൺസ്യൂട്ടബിൾ ഫോർ ലാർജ് ബിസിനസ്സസ് ആണ്. ലാർജ് ബിസിനസ് ഓർഗനൈസേഷന് സിംഗിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എൻറ്റിറ്റീസ് വിത്ത് കോംപ്ലെക്സ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഒരു കോംപ്ലെക്സ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതായത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്ന ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻസ്. അപ്പോൾ ഈ ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ കേസിൽ സിംഗിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ അല്ല എന്നാണ് നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത്. ഓക്കെ, ദെൻ നോ ട്രയൽ ബാലൻസ്. നമുക്കിവിടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ, ഇവിടെ നമ്മൾ ഒരു സൈഡ് മാത്രമേ, അതായത് ഒരു ആസ്പെക്ട് മാത്രമേ, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആസ്പെക്റ്റിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഒരു സൈഡ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ട്രയൽ ബാലൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റും വേണം ക്രെഡിറ്റും വേണം, ഡെബിറ്റ് ആസ്പെക്റ്റും വേണം ക്രെഡിറ്റ് ആസ്പെക്റ്റും വേണം. അതുകൊണ്ട് തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സിൻസ് ഇറ്റ് ഡസ് നോട്ട് ഫോളോ ദി ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ, എ ട്രയൽ ബാലൻസ് കനോട്ട് ബി പ്രിപ്പയർഡ് ടു ചെക്ക് ദി ആക്യുറസി ഓഫ് റെക്കോർഡ്സ്. അപ്പോൾ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ ബുക്സ് ഓഫ് റെക്കോർഡ്സിൻ്റെ ആക്യുറസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ കൃത്യത മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൃത്യത മെഷർ ചെയ്യാനും കഴിയില്ല. ദ നെക്സ്റ്റ് ലിമിറ്റഡ് ഫിനാൻഷ്യൽ അനലൈസിസ് ആണ് നെക്സ്റ്റ് ഫീച്ചർ. ഇറ്റ് പ്രൊവൈഡ്സ് ലിമിറ്റഡ് ഇൻസൈറ്റ്സ് ഇൻ ടു ദി ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദി ബിസിനസ് സച്ച് ആസ് പ്രോഫിറ്റ്, ലോസ് ഓർ അസറ്റ് വാലുവേഷൻ. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ലോസ് നമ്മൾ കണ്ടെത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ അസറ്റ് വാല്യൂ ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് പക്കയായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഒന്നും സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. അതാണ് ലിമിറ്റഡ് ഫിനാൻഷ്യൽ അനലൈസിസ് എന്ന് പറയുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ അനലൈസിസ് നടത്താനായിട്ട് സാധ്യത വളരെ കുറവാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ. ഓക്കെ, ദെൻ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈസി ടു ഇംപ്ലിമെൻ്റ് ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിനൊരു കോംപ്ലെക്സ് പ്രൊസീജിയറോ പ്രിൻസിപ്പിളോ ഒന്നുമില്ല. അതേപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് സിമ്പിൾ ടു സെറ്റപ്പ് ആൻഡ് ഓപ്പറേറ്റ്. നമുക്ക് സിമ്പിളായിട്ട് സെറ്റപ്പ് ചെയ്യാനും അത് ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കും. മേക്കിംഗ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ സ്കെയിൽ ബിസിനസ് ഓർ ഇൻഡിവിജ്വൽസ്. നമുക്ക് സ്മോൾ സ്കെയിൽ ബിസിനസ്സിനും ഇൻഡിവിജ്വൽസിനുമാണ് ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഒന്ന്, സിംഗിൾ എൻട്രി സിസ്റ്റം ഒരു ഇൻകംപ്ലീറ്റ് റെക്കോർഡാണ്. രണ്ട്, അതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇല്ല. മൂന്ന്, അവിടെ
ക്യാഷും പേഴ്സണൽ അക്കൗണ്ടും മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. 4 അത് ലാർജ് ബിസിനസ് ഓർഗനൈസേഷന് സ്യൂട്ടബിൾ അല്ല. 5-മത്തെ പറയുന്നത് നമുക്ക് ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ അനലൈസിസിന് നമുക്ക് ലിമിറ്റഡ് ഒരു സോഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ അനലൈസിസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ലാസ്റ്റ് പറയുന്നത് ഇത് നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെയും ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെയും ഡിഫറൻസ് ആണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഈ വീഡിയോയിലും വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഡിഫറൻസ് പറയാൻ പറ്റും. ഒന്നെന്താണ്, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. അതേപോലെ തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഒരു ആസ്പെക്റ്റ് മാത്രമേ കാണിക്കുള്ളൂ, ഡബിൾ എൻട്രിയിൽ 2 ആസ്പെക്റ്റും കാണിക്കും. സിംഗിൾ എൻട്രിയിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, ഡബിൾ എൻട്രിയിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. സിംഗിൾ എൻട്രിയിൽ ഫിനാൻഷ്യൽ അനലൈസിസ് എന്താണ്, ലിമിറ്റഡ് ഫിനാൻഷ്യൽ അനലൈസിസിനെ പോസിബിലിറ്റി ഉള്ളൂ. പക്ഷേ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് ഫിനാൻഷ്യൽ അനലൈസിസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും ത്രൂ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് അല്ലേ. അങ്ങനെ ഒരുപാട് ഡിഫറൻസസ് സിംഗിൾ എൻട്രി സിസ്റ്റത്തും ഡബിൾ എൻട്രി സിസ്റ്റം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള ഡിഫറൻസസ് ഒന്ന് നോക്കൂ. ഒന്നാമത്തെ ഡിഫറൻസ്, ജനറലി ഓൺലി 1 ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ്. നമ്മൾ പറഞ്ഞു അല്ലേ, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരു ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ, ഏതർ ഡെബിറ്റ് ആസ്പെക്ട് ഓർ ക്രെഡിറ്റ് ആസ്പെക്ട്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ബോത്ത് ദി ആസ്പെക്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും 2 ആസ്പെക്റ്റും അല്ലെങ്കിൽ 2 സൈഡും നമ്മൾ റെക്കോർഡ് ചെയ്യും. ദെൻ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പേഴ്സണൽ അക്കൗണ്ട്സും ക്യാഷ് അക്കൗണ്ടും മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ട്രയൽ ബാലൻസ് കനോട്ട് ബി പ്രിപ്പയർഡ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ട്രയൽ ബാലൻസ് ക്യാൻ ബി പ്രിപ്പയർഡ്. Then next, it is not possible to find out profit or loss scientifically by preparing trade and profit or loss account. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കമ്പനി പ്രോഫിറ്റിലാണോ അല്ലെങ്കിൽ ലോസിലാണോ എന്നും സയന്റിഫിക് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് സയന്റിഫിക്കലി ബൈ പ്രിപ്പയറിംഗ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റും ലോസും സയന്റിഫിക് ആയിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത. ദ നെക്സ്റ്റ് ഡിഫറൻസ് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ടു നോ ദി എക്സാക്ട് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഓർഗനൈസേഷന്റെ എക്സാക്ട് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല, പക്ഷെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പ്രോഫിറ്റ് ഒക്കെ നമുക്ക് അസേർട്ടൻ ചെയ്യാനായിട്ട് പറ്റും. ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ മെത്തേഡ്സ് ഒക്കെ. ഓക്കെ, അപ്പം ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ കേസിൽ നമുക്ക് ഈസി ആയിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എക്സാക്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ലെസ് കോസ്റ്റ്ലി. സിംഗിൾ എൻട്രി സിസ്റ്റം വളരെ കോസ്റ്റ് കുറവാണ്, ടൈം കൺസ്യൂമിങ് കുറവാണ്, എഫേർട്ടും കുറവാണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഇറ്റ് ഈസ് കോസ്റ്റ്ലി, ടൈം കൺസ്യൂമിങ് ആൻഡ് വെരി ഡിഫിക്കൽട്ട്. ഓർ എഫേർട്ട് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ എടുക്കണം. ദ നെക്സ്റ്റ് 7th ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ആൻഡ് പെറ്റി എന്റർപ്രൈസസ്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം സ്മോൾ ബിസിനസ്സിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനും പാർട്ണർഷിപ്പ് ഫേമിനൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ പെറ്റി എന്റർപ്രൈസസിനൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഫേമിന് സ്യൂട്ടബിൾ ആണ്, ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻസിനൊക്കെ സ്യൂട്ടബിൾ ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് എന്റർപ്രൈസസ്. എല്ലാ ടൈപ്പ് എന്റർപ്രൈസസിനും ഡബിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ ആണ്. ദാറ്റ് ഈസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് സ്യൂട്ടബിൾ ആണ്, പാർട്ണർഷിപ്പ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിനൊക്കെ ഡബിൾ എൻട്രി സിസ്റ്റം സ്യൂട്ടബിൾ ആണ്. പക്ഷേ സിംഗിൾ എൻട്രി ആണെങ്കിലോ സ്മോൾ ബിസിനസ്സിന് മാത്രമേ സ്യൂട്ടബിൾ ഉള്ളൂ. ഓക്കെ, ദെൻ ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്, അൺസയന്റിഫിക് ആൻഡ് അൺസാറ്റിസ്ഫാക്ടറി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റഡ് അല്ല, കാരണം ഒരു സൈഡ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ അൺസയന്റിഫിക് ആണ്, കാരണം അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് ഇല്ല. അതേപോലെ തന്നെ അൺസാറ്റിസ്ഫാക്ടറി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. നമ്മൾ ബുക്ക് കീപ്പിങ്ങിന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്, അല്ലെങ്കിൽ വേ ഓഫ് റെക്കോർഡിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്.
വരുന്നത്. ദെൻ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ് ആണ്. അതായത് ഫുള്ളായിട്ട് ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡും രണ്ട് ആസ്പെക്ട് നോക്കിയിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കംപ്ലീറ്റഡ് ആണ്. ദെൻ സയൻറ്റിഫിക് ആണ്, കാരണം നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഒരുപാട് കൺസെപ്റ്റിൻ്റെയും കൺവെൻഷനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. സോ അതിന് സയൻറ്റിഫിക് ആണ്. കുറേ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഫോർമാറ്റ് ഉണ്ട്. സോ അത് സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ആണ്, സയൻറ്റിഫിക് ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ സാറ്റിസ്ഫാക്ടറി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്ക് കീപ്പിംഗ് നമുക്ക് സാറ്റിസ്ഫാക്ടറിയും ആണ്. ഓക്കെ, സോ ഇത്രയാണ് എന്ത് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതും ഈ പറഞ്ഞതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്നതാണ് ഈ ഏരിയാസ് ഒക്കെ. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.